കബ്സുൽ പുത്തൻകുട്ടിക്കുപ്പായം അസോസിയേറ്റഡ് ബൈ ഓക്സിജൻ, കിൻസോടെക് ആൻഡ് ആദ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. പിന്നെ അടുത്ത കണ്ടസ്റ്റൻറ്റിനെ സ്നേഹപൂർവ്വം തന്നെ വേദിയിലേക്ക് ക്ഷണിക്കാം. അടുത്തതായിട്ട് മെഡ്ലി റൗണ്ടിലേക്കാണ് വരുന്നത് നമ്മളുടെ സ്വന്തം ഫാത്തിമ ഹിബ. ഒരു കയ്യടിയോട് കൂടി തന്നെ ഫാത്തിമയെ സ്നേഹപൂർവ്വം തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒരുപാട് ആസ്വദിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്നേഹത്തോടു കൂടി തന്നെ ഹലോ, ഏത് പാട്ടാണ്? മെഡ്ലി റൗണ്ട് ആണെന്ന് അറിയാം. അപ്പോൾ ഏത് പാട്ട്, ആരുടെ പാട്ടാണ് പാടുന്നത്? എരഞ്ഞോളി മൂസക്കാട്. അപ്പോൾ തീർച്ചയായിട്ടും ഫിസ്മാഷ് എന്താണ് പറയാനുള്ളത്? നമുക്ക് എല്ലാവർക്കും അറിയാം എരഞ്ഞോളി മൂസ എന്ന് പറയുന്നത് എത്രയോ പാട്ടുകൾ അല്ലേ, ഒന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ പേരിൽ തന്നെ ഒരു സന്തോഷമുണ്ട്. എന്താണ് പറയാനുള്ളത്? മൂസക്കയും പീർക്കയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് മാപ്പിളപ്പാട്ടിൻ്റെ വേറിട്ടൊരു ശൈലി സ്വീകരിച്ച പ്രഗത്ഭനായ ഒരു പാട്ടുകാരൻ. തലശ്ശേരി തന്നെ ജനിച്ചു. സ്വന്തമായൊരു വഴി മാപ്പിളപ്പാട്ടിൽ വെട്ടിത്തെളിച്ചു എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു സിംഗിങ് സ്റ്റൈല് തന്നെ വേറെയാണ്. അതുകൊണ്ടാണ് സ്വന്തമായ കുറേ ആരാധകർ അദ്ദേഹത്തിനുണ്ടായത്. PT എബ്രഹിമാനെ പോലെയുള്ള പ്രഗത്ഭരായ എഴുത്തുകാർ, ചാന്ദ് ഭാഷയുടെ സംഗീതം, ഇതൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് ജനകീയമാക്കി എന്നുള്ളതാണ്. മിറാജ് രാവിലെ കാറ്റെ പോലെയുള്ള പാട്ടുകൾ, മാപ്പിളപ്പാട്ടിൻ്റെ ഏറ്റവും കൂടുതൽ മാപ്പിളപ്പാട്ട് പരിപാടിക്ക് വേണ്ടി വിദേശ പര്യടനം നടത്തിയ കലാകാരൻ അക്കാലത്ത്. എന്തുകൊണ്ടും മൂസക്കായുടെ പേര് നമുക്കറിയാം മാപ്പിളപ്പാട്ടിന് ഒഴിച്ചുകൂടാനാവാത്തതാണ്. മാത്രമല്ല ഹിബ അങ്ങനെ മൂസക്കയുടെ ഒരു പാട്ടുകൾ സെലക്ട് ചെയ്തതിലേറെ അഭിമാനമുണ്ട്. കാരണം മൂസക്കയുടെ പാട്ടുകൾ അങ്ങനത്തെ ഒരു ശൈലിയുള്ള പാട്ടുകളാണ്. അത് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം ഹിബയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഹിബ, ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ നേരെ പാട്ടിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ ഒരു ചെറിയ സപ്പോർട്ട് അത് വേണം, നല്ലൊരു സപ്പോർട്ടോടു കൂടി ഹിബയുടെ പാട്ടിലേക്ക്.
കടിച്ചു. പാതിരാ കാറ്റടിച്ചു. ആകാശഭൂമിക്കധിപതിയായ അല്ലാഹുവിൻ്റെ കുതിരത്തിനാലെ ഇസ്മായിലാകും പൊന്മോനെ അറുക്കാൻ. ആകാശഭൂമിക്കധിപതിയായ അല്ലാഹുവിൻ്റെ കുതിരത്തിനാലെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന ഒരു നാളിൽ ചെറുപ്പത്തിനു ശിരതളമിട്ട് മലര് യൂസുഫ് നബി കുതിവലതായി പാഞ്ഞു പിടിച്ച് കിതച്ചു നിന്നല്ലോ. അഴകോള കടൽ തീരമറിയും നബിയുള്ള മുന്നോട്ടോടുകയായി. കരളുരുകി ബീവി സുലൈഖ കരഞ്ഞു പോയല്ലോ. ചിമ്പകപ്പൂ തേനിതളധരം ചന്ദിര സുന്ദര പൂമുഖമതൃപ്പം ഗസലുകൾ തൻ പൊന്നു ഞാനെ ആടുന്നു സുലൈഖ ബീവി. ചിമ്പകപ്പൂ തേനിതളധരം ചന്ദിര സുന്ദര പൂമുഖമതൃപ്പം ഗസലുകൾ തൻ പൊന്നു ഞാനെ ആടുന്നു സുലൈഖ ബീവി. താങ്ക് യു സോ മച്ച്. പ്രത്യേകിച്ച് മൂസക്കയുടെ പാട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സൗന്ദര്യം അതങ്ങനെ തന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ ഫാത്തിമ ഹിബ പാടിയിട്ടുണ്ട്. ഒരു നല്ല കൈഡിയോട് കൂടെ തന്നെ നമ്മുടെ നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. പ്ലീസ്. തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ ഒരു വേദിയോടൊപ്പം നമ്മൾ അറിയപ്പെടുന്ന ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ഗായകർ കൂടി ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് വേദികളിൽ കൂടി വളരെ വർഷങ്ങളായിട്ട് നമ്മുടെ എല്ലാവരുടെയും നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകൻ ആബിദ് കണ്ണൂർ, അദ്ദേഹത്തെ സ്നേഹപൂർവ്വം തന്നെ ഈ ഒരു വേദിയിലേക്ക് ഒരു വലിയ കൈയ്യടി നൽകിക്കൊണ്ട് തന്നെ ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലേ? കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം എന്താണ് ഇവർക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ പാട്ടിലേക്ക് പോകാം. എന്തായാലും ഇവിടെ കൂടിയിരിക്കുന്നവരൊക്കെ മാപ്പിളപ്പാട്ടിൻ്റെ അത്രയും കഠിനമായ ആരാധകരാണെന്നറിയാം. അതുകൊണ്ട് തന്നെ എന്ത് പാടിയാലും അതിൻ്റെ കുറ്റവും കുറവും ഈ ജഡ്ജസിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു അവർ മനസ്സിലാകുമെന്ന് തോന്നുന്നത്, പ്രത്യേകിച്ച് ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷമുണ്ട്. ഒരു എളിയ മാപ്പിളപ്പാട്ട് ഗായകൻ എന്ന നിലക്ക് നിങ്ങൾക്കായിട്ട് കുറച്ച് നല്ല പാട്ടുകൾ ഇവിടെ ആലപിക്കാം. താങ്ക് യു.
ഹാത്തിമുന്നബിയെ വിളിച്ച് കച്ചവടത്തിനയച്ച് കണ്ട നേരം കൽബിനുള്ളിൽ മോഹമോദിച്ചോ മോഹമോദിച്ചോ. പ്രിയമുള്ളവരെ, ഈ ഒരു പാട്ട് ഒരു അഡാർ ലവ് എന്ന ഒരു സിനിമയിലൂടെയാണ് നമ്മളേവരും ഇന്ന് പുതിയ ജനറേഷനൊക്കെ കേട്ടിരിക്കുന്നത് അല്ലേ. ഈ ഒരു പാട്ട് പഴയ കാലത്ത് നമ്മുടെ മൂസക്കൊക്കെ പാടുന്ന ഒരു വേർഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു വേർഷൻ ആയിരുന്നു നമ്മുടെ ന്യൂ ജനറേഷൻ കേട്ടിരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ എന്നാണ് ധരിച്ചിരിക്കുന്നത് ഒട്ടുമിക്ക ആൾക്കാരും. പക്ഷേ ഇന്നിവിടെ കൂടിയിരിക്കുന്ന മാപ്പിളപ്പാട്ടിൻ്റെ ആസ്വാദകർ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പഴയ വേർഷൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. കുറച്ച് താളമേള കൊഴുപ്പുകളോടൊക്കെ കൂടിയിട്ടുള്ള ഒരു പാട്ട് അല്ലേ. നമ്മുടെ മൂസക്കാരൻ എപ്പോഴും ഓർക്കുന്ന വേദികളിൽ എപ്പോഴും മാണിക്കമ്മലൊരു പാടാതെ മൂസക്ക പോവാറില്ല. അപ്പോൾ ആ ഒരു താളമേള കൊഴുപ്പോട് കൂടിയിട്ട് ഞങ്ങൾക്ക് ആ ഒരു പാട്ട് 4 പേര് നമുക്ക് കേൾക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം പാടിയത് ന്യൂ ജനറേഷൻ ന്യൂ വേർഷനാണ്. നമുക്ക് ഓൾഡ് വേർഷനിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. താങ്ക് യു. എല്ലാവരും ഉഷാറായിട്ട് കൈയടിക്കൂലേ ഈ പാട്ടിന്? Ready? 1, 2, 3, 4. നമുക്ക് വളരെ ഏറെ ഓർമ്മിക്കപ്പെടാൻ പറ്റിയ ഒരു പ്രണയഗാനമുണ്ട്. ആർക്കെങ്കിലും അറിയോ? ആരെങ്കിലും ഓഡിയൻസ്? മൂസക്കാട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മനോഹരമായ ഒരു പ്രണയഗാനം അല്ലെ ഒരു പഞ്ചാര പാട്ട് എന്ന് തന്നെ പറയാം. ആരെങ്കിലും ഓഡിയൻസിൽ ആരെങ്കിലും ഒന്ന് പറ. ഒരു പ്രണയഗാനം മൂസക്കാടെ മൂസ എരഞ്ഞോളി പാടിയ ഒരു പ്രണയഗാനം മനസ്സിന്റെ ഉള്ളിൽ. നമുക്ക് ഫൈസൽ മാഷ് ഒഴിക്കാം. മാഷിന് ഇഷ്ടപ്പെട്ട ഒരു പ്രണയഗാനം ഏതാണ്? ഒന്ന് പറഞ്ഞ. മിസ്റിലെ രാജൻ. മിസ്സിൽ രാജൻ. ഓക്കെ, അതൊരു ചരിത്രപരമായ പ്രണയഗാനം തന്നെയാണ്. ഓക്കെ, റഹനത്താക്ക് ഇഷ്ടപ്പെട്ടൊരു മൂസക്ക പാടിയൊരു ഒരു മനോഹരമായ ഒരു പ്രണയഗാനം അല്ലെ ഒരു പഞ്ചാരപ്പാട്ട്. ഓഡിയൻസ് പറഞ്ഞ മനസ്സിന്റെ ഉള്ളിൽ നിന്നാണ്. മനസ്സിന്റെ ഉള്ളിൽ തന്നെയാണ് എന്നെ. അതാണ് റഹനത്താക്ക് ഇഷ്ടം. അന്നൂർക്ക? അതെ, മൂസക്ക പാടിയല്ലേ? ആ, മനസ്സിന്റെ ഉള്ളിൽ ആണ് അല്ലേ. കരളെ നാം ആശിച്ച പോലെ വിസയും കിട്ടി. അറിയാം, പാട്. കുഞ്ഞൈഷു കുഞ്ഞുമോളെ. ഓക്കെ, അതൊരു പ്രണയകാരാണ്. ഓക്കെ ഓക്കെ, കുഞ്ഞൈഷു കുഞ്ഞുമോൾ. നല്ല ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിന്റെ ഉള്ളിൽ നിന്നാണ് അല്ലേ. നമുക്ക് മനസ്സിനുള്ളിൽ പാടാം അല്ലേ. ഓക്കെ,
എല്ലാവരും സ്വന്തം ഭാര്യമാരെയോ പ്രണയിനിമാരെയോ മനസ്സിൽ ധ്യാനിച്ചോണ്ട് ഈ പാട്ട് കേൾക്കാം. മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്ക മണിമുത്ത് രാജാത്തി, മാനത്തുദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണി രാജാത്തി, ഏതാണി രാജാത്തി. മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്ക മണിമുത്ത് രാജാത്തി, മാനത്തുദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണി രാജാത്തി, ഏതാണി രാജാത്തി. ഇതാണ് മൂസക്ക പാടിയ വേർഷൻ. പക്ഷെ നമുക്കൊരു ന്യൂ ജനറേഷൻ ട്രെൻഡ് പാടിയാലോ ഈ ഒരു പാട്ട് പുതിയൊരു വേർഷനിൽ, ഇല്ലേ? കേൾക്കാൻ റെഡി അല്ലേ? ഒരു ഡപ്പാങ്കുത്ത് സ്റ്റൈലിൽ കാരണം താളമൊക്കെ മാറ്റി. ഇതിന്റെ താളം 3/4 ആണല്ലേ ഓൾറെഡി അല്ലേ? നമുക്ക് 6/8 ഒന്ന് പാടി നോക്കാം. ഇതിന്റെ ഒരു അടിപൊളി വേർഷൻ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. റെഡി അല്ലേ? പോരെ, നല്ലൊരു കയ്യടി. കമാം. ഓക്കെ, താങ്ക് യു. ലാ 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 ലാ. ഏതാണി രാജാത്തി, ഏതാണി രാജാത്തി, ഏതാണി രാജാത്തി, ഏതാണി രാജാത്തി. മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്ക മണിമുത്ത് രാജാത്തി, മാനത്തുദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണി രാജാത്തി, ഏതാണി രാജാത്തി. മണമുള്ള കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ്, ഏതാണി രാജാത്തി, ഏതാണി രാജാത്തി. ഓഡിയൻസ് ഒന്നേറ്റ് പാടോ. ഏതാണി രാജാത്തി പാടിയാ മതി. 1 2 3 4. കമാൺ എല്ലാവരും. അപ്പൊ താളം കൂടി ഇടല്ലേ? റെഡി? 1 2 3 4. ഏതാണി രാജാത്തി, ഏതാണി രാജാത്തി. മനസ്സിന്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്ക മണിമുത്ത് രാജാത്തി, മാനത്തുദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണി രാജാത്തി, ഏതാണി രാജാത്തി. നമ്മുടെ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ഉണ്ടല്ലോ പുതിയാപ്പള സൽക്കാരത്തിന് ഒട്ടനവധി അപ്പങ്ങളും വിഭവങ്ങളൊക്കെ ഒരുക്കാറുണ്ട്. ഈ ഭാഗത്ത് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ ഉടനെ ഇല്ലേ നമ്മുടെ കണ്ണൂർ ഭാഗങ്ങളൊക്കെ ഉണ്ട് പുതിയാപ്പള സൽക്കരിക്കാൻ ഒട്ടനവധി അപ്പ വിഭവങ്ങൾ ഒരുക്കുന്നത്. അതിൻ്റെ അപ്പ വിഭവങ്ങൾ ഒരുക്കുന്നൊരു പാട്ടുണ്ട്. അറിയോ ഏതാണെന്നുള്ളത്? അപ്പ വിഭവങ്ങളൊക്കെ വർണ്ണിച്ചുകൊണ്ടുള്ള അറിയോ? അറിയല്ലേ? എന്നാൽ കേട്ടോ കേട്ടോ. അരികലക്കി ചുട്ടപ്പം മതിയിൽ വരും നെയ്യപ്പം, മധുരമുള്ള കലത്തപ്പം മനക വരും ഇടിയപ്പം, പൊരിയും മിച്ചറ് നെയ്യലുവ പണിയറയിൽ കൊണ്ടുവച്ച് കോഴി ബിരിയാണി വെച്ച് കോഴിമുട്ട പുഴുങ്ങി വെച്ച് തിന്നു മോനെ വേണ്ടമായി, തിന്നു മോനെ വേണ്ടമായി, തിന്നെന്നും പറഞ്ഞുകൊണ്ട് പുതിയാപ്പളിനെ തീറ്റിക്കുന്ന പൊന്നമ്മായി നമ്മുടെ മുത്തമ്മായി നമ്മുടെ മുത്താരമ്മായി. അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി മരുമോനെ
വീട്ടിൽ വിളിച്ചമ്മായി അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അറയിൽ ചുമന്ന് വരുന്നമ്മായി അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അറയിൽ ചുമന്ന് വരുന്നമ്മായി. ഇതാണ് ഇതിന്റെ പഴയ വേർഷൻ നമ്മളൊക്കെ പാടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിലൂടെ ഇതിന്റെ ഒരു പുതിയ മാരക വേർഷൻ നമുക്ക് ഏവർക്കും കേൾക്കാനിടയായി അല്ലേ? അതൊന്ന് കേട്ടല്ലോ. ഇതിന്റെ പഴയ വേർഷൻ നമുക്കൊരു പുതിയ വേർഷൻ കേൾക്കാം. റെഡി? 1 2 1 2 3 4. അപ്പങ്ങളെമ്പാടും ഒറ്റക്ക് ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി അപ്പങ്ങളെമ്പാടും ഒറ്റക്ക് ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചവടം കൂട്ടി എപ്പോഴും വട്ടായി പോയി അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചവടം കൂട്ടി എപ്പോഴും വട്ടായി പോയി അപ്പങ്ങളെമ്പാടും ഒറ്റക്ക് ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനിക്ക പോ അപ്പങ്ങളെമ്പാടും ഒറ്റക്ക് ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി അപ്പങ്ങളെമ്പാടും ഒറ്റക്ക് ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഒരു നിറഞ്ഞ കൈകൾ തന്നെ നൽകാം അല്ലേ? കുറേ നല്ല പാട്ടുകൾ ചേർത്തുകൊണ്ട് നമ്മുടെ ഈ ഒരു കാലഘട്ടവും അതിന് മുൻപുള്ള കാലഘട്ടവും ഒക്കെ തന്നെ മിക്സ് ചെയ്തിട്ടായിരുന്നു. അടുത്തൊരു ഗായികയോട് ഞാൻ ക്ഷണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ക്ഷണിക്കാമല്ലോ. പിന്നെന്താ? സമ്മതത്തോടു കൂടി ഇപ്പോ നല്ല ഒരുപാട് നല്ല മെലഡി ഗാനങ്ങൾ സമ്മാനിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റിജിയെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം അർദ്ധമായി ക്ഷണിക്കുകയാണ്. നല്ല കൈയ്യടി റിജിയെ. എനിക്ക് ഈ അടിപൊളി പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് മെലഡിയും ഒരു സാഡ് സോങ് മിക്സ് ചെയ്താണ് റിജിയ ഈ ഒരു നല്ല സമ്മാനമായിട്ട് തീർച്ചയായിട്ടും. റിജിയുടെ പാട്ടിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നമ്മൾ ആബിദ്ക്ക് ഒരുപാട് പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും ഒക്കെ പാടി തന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരം പാട്ടുകൾക്കൊക്കെ മുൻപ് കുറേ വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് അള്ളാഹു കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹീതനായ ഒരു കലാകാരൻ ഉണ്ടായിരുന്നു, MS ബാബുരാജൻ മാസ്റ്റർ എന്ന് പേര് പറയുന്നത്. ബാബുക്കയുടെ പാട്ടുകൾ കേൾക്കാതെ ഒരു ദിവസം പോലും നമ്മുടെയൊക്കെ മുന്നോട്ട് പോകാറുണ്ടോ എന്ന് വളരെ സംശയമാണ് അല്ലേ? അപ്പം ബാബുക്കയുടെ നമുക്ക് എന്നും കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കുറച്ച് പാട്ടുകൾ ഞാനിന്നിവിടെ പാടുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് കരുതുന്നു. പാട്ടിലേക്ക് പോവാം. എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണെങ്കിൽ ഒന്ന് കൈയടിക്കണം കേട്ടോ. മലർമണം മാഞ്ഞില്ല, മധുവിധു തീർന്നില്ല, മണവാളൻ മാത്രം മയങ്ങാൻ പോയോ. മലർമണം മാഞ്ഞില്ല, മധുവിധു തീർന്നില്ല, മണവാളൻ മാത്രം മയങ്ങാൻ പോയോ. മരണത്തിൻ മണിയറ തന്നിലേക്കല്ലാഹു മാറനെ മാത്രം മടക്കി വിളിച്ചു. പൊട്ടി തകർന്ന കിനാവിൻ്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ചു കരയുന്ന പെണ്ണെ, കെട്ടിപ്പിടിച്ചു കരയുന്ന പെണ്ണെ, കെട്ടുകഴിഞ്ഞ വിളക്കിൻ കരിന്തിരി കെട്ടിപ്പിടിച്ചു കരയുന്നതെന്തേ, കെട്ടിപ്പിടിച്ചു കരയുന്നതെന്തേ, കെട്ടിപ്പിടിച്ചു കരയുന്നതെന്തേ. ഈ പാട്ട് പോലെ തന്നെ നമുക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരു പാട്ട് മനസ്വിനി എന്ന സിനിമയ്ക്ക് പി ഭാസ്കരൻ മാസ്റ്റർ വരികൾക്ക് ശ്രീ MS ബാബുരാജൻ മാസ്റ്റർ ഈണം നൽകിയ ശ്രീ KJ യേശുദാസ് സാറും S ജാനകി അമ്മയും കൂടി പാടിയ വളരെ വളരെ മനോഹരമായ മറ്റൊരു പാട്ട്. പാതിരാവായില്ല
17-18 പ്രായം മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം പാതിരാവായില്ല പൗർണമി കന്നിക്ക് 17-18 പ്രായം അതുപോലെ തന്നെ ബാബുക്ക ചെയ്ത ഒരുപാട് ഒപ്പന പാട്ടുകളൊക്കെ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ് എന്നും. അദ്ദേഹം കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്നും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല പാട്ട്, അത് നമുക്ക് പാടാം. കൈതപ്പൂ കവിളാണ് കാരക്കഴുത്താണ് മുന്തിരി ചുണ്ടാണ് സുന്ദരിക്ക് നല്ല മുന്തിരി ചുണ്ടാണ് സുന്ദരിക്ക് കൈതപ്പൂ കവിളാണ് കാരക്കഴുത്താണ് മുന്തിരി ചുണ്ടാണ് സുന്ദരിക്ക് നല്ല മുന്തിരി ചുണ്ടാണ് സുന്ദരിക്ക് സുരുമയെഴുതിയ സുന്ദരമിഴിയാണ് മൈലാഞ്ചി കൈയാണ് സുന്ദരിക്ക് നല്ല മൈലാഞ്ചി കൈയാണ് സുന്ദരിക്ക് പുള്ളിമാനല്ല മയിലല്ല മധുരക്കരിമ്പല്ല മാരിരില്ലൊത്ത പെണ്ണാണ് ഇവൾ മാരിരില്ലൊത്ത പെണ്ണാണ് പുള്ളിമാനല്ല മയിലല്ല മധുരക്കരിമ്പല്ല മാരിരില്ലൊത്ത പെണ്ണാണ് ഇവൾ മാരിരില്ലൊത്ത പെണ്ണാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട പാട്ടുകളാണ് ഞാനിപ്പം പാടിയത്. ഞാൻ രഹനത്തയോട് ഒന്ന് ചോദിക്കുകയാണ്, രഹനത്താക്ക് വളരെ പ്രിയപ്പെട്ട ബാബുരാജ മാസ്റ്ററുടെ പാട്ടുകളിലേക്ക് നമുക്കൊന്ന് പോവായിരുന്നു. ബാവുക്കയുടെ പാട്ടുകൾ ചോദിച്ചാൽ ബാവുക്കയുടെ എല്ലാ പാട്ടുകളും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു കണ്ണുകളെന്തിനു വേറെ. വളരെ മനോഹരമുണ്ട്. അൻവർക്ക ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ
ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ അതിഗൂഢമെന്നുടെ ആരാമത്തിൽ സ്വപ്നങ്ങൾ കണ്ടു സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ തൽപ്പമന്ന് ഞാനെടുക്കാം ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം തൊഴിലാളികളെ കൊള്ളയടിക്കണ മുതലാളികളുടെ കോട്ടല്ല കഷ്ടത പെരുകിയ സാധുജനങ്ങളെ കണ്ണീരൊപ്പണ കോട്ടാണ് തൊഴിലാളികളെ കൊള്ളയടിക്കണ മുതലാളികളുടെ കോട്ടല്ല കഷ്ടത പെരുകിയ സാധുജനങ്ങളെ കണ്ണീരൊപ്പണ കോട്ടാണ് ഇത് കണ്ടം വച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മദ് കാക്കട കോട്ടാണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ് പാടിക്കൊണ്ടിരുന്ന കുറേ പാട്ടുകൾ പാടേണ്ടി വരും ബാബുഖാന്റെ പാട്ടുകൾ ഇങ്ങനെ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം വേണ്ടി മതിയാവില്ല താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. പ്രത്യേകം ഒരു കയ്യടി തന്നെ നമുക്ക് നൽകണം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഓരോ കുട്ടികളും ഈ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇവിടെ വന്ന് നിന്ന് പാട്ടുകൾ പാടുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഒരു വേദിയിൽ വന്ന് നിന്നുകൊണ്ട് പാടാനുള്ള എല്ലാവിധ ഗ്രൂമിങ്ങും വളരെ കൃത്യമായിട്ട് ഇവർക്ക് ഓരോരുത്തർക്കും നൽകിയത് റിജിയാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകം അതിനൊരു നന്ദി കൂടി നമ്മൾ അറിയിക്കുകയാണ്. അതിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇനി അടുത്ത കണ്ടസ്റ്റന്റിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായിട്ട് വേദിയിലേക്ക് വരുന്നത് ഒന്നല്ല 2 പേരാണ്. ഫിസ്ര അമ്രീൻ ആൻഡ് റസീൻ, 2 പേരെയും സ്നേഹപൂർവ്വം തന്നെ വേദിയിലേക്ക് ഡ്യുവറ്റ് പെർഫോമൻസിന് വേണ്ടിയിട്ട് ഒരു ഗംഭീരമായ കയ്യടി നൽകിക്കൊണ്ട് തന്നെ ക്ഷണിക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയായിരിക്കും നിങ്ങളുടെ 2 പേരുടെയും. അപ്പോൾ 2 പേർക്കും ആശംസകൾ നേർന്നുകൊണ്ട് 2 പേരുടെയും പാട്ടിലേക്ക് അലിഫാലിഫിലമകമേയം അലിഫക്ഷര പൊരുൾ ബിസ്മില്ല അലിഫക്ഷര പൊരുൾ ബിസ്മില്ല
വഹിയ തിരുമൊഴി ബിസ്മില്ല അഹദത്തിലെ അലിഫ് അലിഫിലെ മകമേയം അലിഫക്ഷര പൊരുൾ ബിസ്മില്ല അരിമാക്കളെ കുത്തുവാനുദിനം ഖുർആനിൽ അലകുറ്റലകുറി ബിസ്മില്ല അലകുറ്റലകുറി ബിസ്മില്ല പയസുര നദികളിൽ മാനത്തലകൾ ബിസ്മില്ല തമമുര റഹ്മാനി റഹീമിന്നിൽ വബിഹി തൗഫീഖ് ദരുളല്ലാ അഹദത്തിലെ അലിഫ് അലിഫിലെ മകമേയം അലിഫക്ഷര പൊരുൾ ബിസ്മില്ല അരിമാക്കളെ കുത്തുവാനുദിനം ഖുർആനിൽ അലകുറ്റലകുറി ബിസ്മില്ല അലകുറ്റലകുറി ബിസ്മില്ല ആദി കലിമയം കാട്ടുകാലെ മനുദിനം ആലക്കുറ് സരസിനുമെല്ലാം ആകെ ഖലയത്ത് നിഅമത്തിൽ ചെയ്യും ശുക്ർ ആകെ സ്തുതിപ്പുകളുകളില്ല അഹദത്തിലെ അലിഫ് അലിഫിലെ മകമേയം അലിഫക്ഷര പൊരുൾ ബിസ്മില്ല അഹദത്തിലെ അലിഫ് അലിഫിലെ മകമേയം അലിഫക്ഷര പൊരുൾ ബിസ്മില്ല അരിമാക്കളെ കുത്തുവാനുദിനം ഖുർആനിൽ അലകുറ്റലകുറി ബിസ്മില്ല അലകുറ്റലകുറി ബിസ്മില്ല. തകർത്തു. പ്രത്യേകം സന്തോഷം അറിയിക്കുന്നു. രണ്ടുപേരുടെയും പാട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടിപൊളിയാക്കിയില്ലേ? അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. പ്ലീസ്.